ഇൻട്രോ ആയാലും അങ്ങനെയൊക്കെയാ തെറ്റും. പറ. ഹലോ പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് പറയാമോ ഇന്നത്തേന്? വെൽക്കം ബാക്ക് ടു ഡബിൾ ബാരൽ. പുതിയ അധ്യായത്തിലേക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡബിൾ ബാരൽ. പുതിയ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയ്യല്ലയോ? അപ്പോൾ ഗായ്സ്, ഇത്ര മതി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ചലഞ്ച് കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. കാണിക്കാൻ അപ്പോൾ ഗായ്സ്, ദിസ് ഈസ് കൊറിയൻ നൂഡിൽസ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് കൊറിയൻ നൂഡിൽസ് ചലഞ്ച്. ഇത് രണ്ടും ഒന്നല്ലേ? കൊറിയൻ നൂഡിൽസ് അറിയാത്തവരായിട്ട് പലരും കാണാം. അപ്പോൾ അതെന്താണെന്ന് ചെറുതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ തന്നെ ഭയങ്കര അധികം എരിവുള്ളൊരു സാധനമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കണം എങ്ങനെയുണ്ട്, എരിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ ഇതുപോലെ കമൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെ ജോളച്ചിപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കൊറിയൻ നൂഡിൽസ് ചെയ്യാൻ ചലഞ്ച് ചെയ്യാനൊക്കെ ഇതുപോലെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും അഭിപ്രായ പ്രകാരം പിന്നെ പറഞ്ഞു, ഞങ്ങളൊന്നും നോക്കിയില്ല, ഓർഡർ ചെയ്ത് വരുത്തി. എന്താ ഞാനൊന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ജോളച്ചിപ്പ് തിന്ന പോലെ തന്നെ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല. മറ്റേ ജോളച്ചിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നാക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കുത്തുന്നൊരു ഫീലിംഗാണ്. അല്ല, ജോളച്ചിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയില്ല, ഇത്ര ചിപ്പ് പോലെ ചെറിയൊരു ഐറ്റമാണ്. പക്ഷേ നാക്കെ വെച്ചാൽ തന്നെ ഭയങ്കര എരിവാണ്. ഞങ്ങളുടെ വീഡിയോ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇതുപോലെ ജോളച്ചിപ്പ് ചെയ്ത വീഡിയോ കിടപ്പുണ്ട്. അത് ചെയ്ത പലരും നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ജോളച്ചിപ്പിന് ഇത്രയും എരിവൊന്നും കാണത്തൊന്നുമില്ല, ഇതൊക്കെ വെറുതെ ആക്ടിങ്. കളിയാക്കുന്നവരൊന്നും തിന്ന് നോക്കിയാൽ ഓർഡർ ചെയ്തൊന്ന് വാങ്ങിച്ച് നോക്കിയാൽ തിന്ന് നോക്കണം. പിന്നെ വേറൊരു കാര്യം, 18 വയസ്സ് താഴെയുള്ളവരും കൊച്ചു പിള്ളേരായവരും ഇത് ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത്. കാരണം അതുപോലെ എരിവൊക്കെയുള്ള സാധനമാണ്. പിന്നെ ഒരുപാട് എരിവില്ലേലും അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ട് ഇതിന്. പറയാൻ പറ്റത്തില്ല, ഞാൻ ഇത് തിന്നോക്കിയിട്ട് പറയാം അങ്ങനെയാണ് എരിവിൻ്റെ കാര്യം. പിന്നെ ഇത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഐസ്ക്രീം, പാല്, ജ്യൂസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വേണം ഈ സാധനം കഴിക്കാൻ ആഗ്രഹമുള്ളവർ. അപ്പോൾ ഗായ്സ്, ഇപ്പം ഞങ്ങളെ നോക്കിയോ, ഞങ്ങൾ ഇതുപോലൊക്കെ ഇപ്പം നിൽക്കും. ഞാൻ അപ്പോഴും നിൽക്കും ഗായ്സ്. ഇതുപോലൊക്കെ ഇപ്പം നിൽക്കുമെന്ന് ഇപ്പം നിൽക്കുന്ന പോലൊക്കെ തന്നെ അപ്പോഴും നിൽക്കും ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ നിൽക്കുന്നത്. കരഞ്ഞ് തൂകി ഒക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. കരഞ്ഞ് കൂവി ഒന്നുകൂടെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലായിരിക്കത്തില്ല വീഡിയോ കഴിയുമ്പോൾ. ചളി ഓക്കെ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കഴിയാൻ നേരം കരഞ്ഞു കൂവിയൊക്കെ ആയിരിക്കും. ഈ പറയുന്ന അമ്മു വരെ കരഞ്ഞു കൂവി. കണ്ടോ ഇപ്പം എങ്ങനെ നിൽക്കുന്ന അമ്മുവിൻ്റെ ഇത് എക്സ്പ്രഷൻ ആക്കി ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ നീട്ടി നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോയാലോ? അപ്പോൾ ഗൈസ്, നമ്മുടെ കൊറിയൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് വന്നേക്കുന്നത്. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല എരിവായിരിക്കും. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഈ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിക്കോഷൻ ആയിട്ട് കഴിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഐസ്ക്രീം, പാല്, ജ്യൂസ്. അല്ല, ജ്യൂസ് അതിനല്ല, ജ്യൂസ് വിജയ്ക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഗായ്സ്, ഒരു കാര്യം പറയാം. നമ്മുടെ സാധാരണ നൂഡിൽസിനകത്ത് ഈ മാഗി, ഇപ്പിക്കകത്തൊക്കെ വരുന്ന ഈ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ചെറിയൊരു പൊടി പോലത്തെ ടൈപ്പ് അല്ലേ? ജസ്റ്റ് ഈ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന കണ്ടുമില്ല. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുന്നത് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള പൊടി പോലത്തെ ഐറ്റം അതിനകത്ത് ചേർക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ അങ്ങനല്ല. ഒരു സോസ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട് ചെറിയൊരു പാക്കറ്റിനകത്ത്. ആ സോസും പിന്നെ ഫ്ലേക്സ് പോലത്തെ ഒരു ചെറിയൊരു കുരു പോലത്തെ സീഡ്സ് പോലത്തെ ചെറിയ സംഭവം. അതിലാന്ന് തോന്നുന്നു എരിവ് ഫുള്ള് വരും ആയിരിക്കും. ഇതെല്ലാം കൂടെ മിക്സ് ഉള്ളൊരു സംഭവം. പക്ഷേ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുമാതിരി രസമില്ലയോ? രസത്തിൻ്റെ ഒരു മണമാണ്. രസം. അപ്പോൾ ഗൈസ്, നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി. ഇനിയും വൈകിയ വെട്ടം പോകും. തുടങ്ങി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല. അറിയില്ല ഇല്ലേ? ആദ്യം അറിയത്തില്ല. ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. നല്ല വലിപ്പമുള്ള നൂഡിൽസാണ്. എരിവില്ലാത്തതാണോ എരിവ് അറിയാത്തതാണോ? ഇത് വായിലോട്ട് ഇടുമ്പോൾ തന്നെ മുളക് പൊടി ഇത് അണ്ണാക്കിലോട്ട് പോകുന്നതിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഫുഡ് ക്യാൻസൽ.
എനിക്കിത് വലിയ എരിവൊന്നും തോന്നില്ല, ഫീൽ ചെയ്യുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അതിനകത്ത് എനിക്ക് വലിയ എരിവ് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ ഇതുവരെ. നാളെ കക്കൂസ് കഴിക്കുമ്പോൾ അറിയാം. കഴിച്ചോട്ടെ. ഇത് നോക്കാം. ചൂടെടുക്കും അല്ലേ? എരിവെടുത്ത ചൂടെടുക്കുന്നു. കിളി പോയോ? ഈ ഒരു ചലഞ്ച് ഒരു ഗുമ്മില്ല. സാധാരണ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മ് വരേണ്ടത്. ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്ര എരിവൊന്നുമില്ല. അടുത്ത ചലഞ്ച് നമുക്കൊരു ജോള ചിപ്പാക്കി അടിപൊളിയാക്കാം. ഞാൻ വിചാരിച്ച കൊറിയൻ നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എരിഞ്ഞ് ചാവും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോള ചിപ്പ് കഴിച്ച പോലെ ഭയങ്കര എരിഞ്ഞ് ചാവും എന്നൊക്കെ. പക്ഷേ ജോള ചിപ്പിന് അത്ര വരുന്നില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മുളക് പൊടിക്കുണ്ട് ഇതിൽ വരുവ്. അതൊന്നുമല്ല. ഇത് പോരാ. പോരാ. നമ്മൾ ഷാപ്പിലൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കറിക്ക് ഇതിൽ വരുവാണ്. കളയാൻ പോയതാണോ? അല്ല, കളഞ്ഞോ കൊണ്ട് അതിനകത്ത് കുറച്ചുള്ളായിരുന്നു. അത് തരാം. അവിടേക്ക് തരുമ്പോൾ കുടിച്ചാൽ മതി. വിജയിക്കുള്ള സമ്മാനം അത്. ആ പാല് പൊടി കുടിക്കുമോ? ആണ ഐസ്ക്രീം പൊടി പൊടി. അമ്മ ചേച്ചിയുടെ ഷോ നടന്നില്ലേ? എനിക്ക് പട്ടി ഷോ ഇല്ല. ഞാൻ നീ എല്ലാവരും തരാം. സോറി ഗായ്സ്, എനിക്ക് എരിവ് വരത്തില്ല, അതുകൊണ്ടാണ്. അല്ല, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കിയത്. എന്ന് പറഞ്ഞാൽ വലിയ എരിവൊന്നുമില്ല. പക്ഷേ എരിവ് കൂട്ടാത്തത് കൊണ്ട് എരിവ് കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നോർമലാണ്. ഈ പറയുന്ന പോലെ വലിയ ആന എരിവൊന്നുമില്ല. വലിയ എരിവുണ്ടെന്ന് പറഞ്ഞാൽ ഈ പാലും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു വെച്ചത്. അതിൻ്റെ ആവശ്യം നമുക്കത് ബോണസ്. നമുക്ക് ചുമ്മാ തന്നെ പിന്നെ എത്ര എരിവ് കഴിച്ചാൽ കുറച്ച് ഐസ്ക്രീം തിന്നേക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ എരിവൊന്നും ഇല്ല ഗൈസ്. പിന്നെ എരിവുണ്ടെന്ന് പറയും. അതെ, ഇത് സഹിക്കാൻ പറ്റുന്ന എരിവൊക്കെ ഉള്ളൂ. പിള്ളേർ ഞാൻ വിചാരിച്ചില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ തോറ്റ് വന്നുണ്ട്. ഇവിടെ കാല് പിടിക്കാം ചേട്ടാ. ഈ അവന്റെ കഷ്ടപ്പാട് അവൻ തോറ്റാൻ ഞാൻ വിട്ടു തന്നെ. വേറെ വല്ലതും ഉണ്ടോ ഇനി? ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ ഫ്ലോപ്പായി ഗൈസ്. എന്താണെന്നറിയില്ല, ഞങ്ങൾ വലിയ ആനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച കൊറിയൻ നൂഡിൽസ് ഒരു എരിവുമില്ല. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ഓഫ് മണി. ഇത് തിന്നാൻ എരിവ് കൊണ്ട് തിന്നുമെന്ന് വിചാരിക്കില്ല. ഇതെൻ്റെ കൊതി കൊണ്ട് ഞാൻ തിന്നുക. പിന്നെ ഇത് വാങ്ങിച്ച് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം വാങ്ങിക്കാം. ഇല്ലാതെ ഇതുപോലെ ചലഞ്ച് ചെയ്യാനോ അല്ല വലിയ എരിവാണെന്ന് പറയാം അങ്ങനെ വിചാരിച്ചൊന്നും വാങ്ങിക്കരുത്. ഇത് ഒട്ടും കൊള്ളത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ജോളോ ചിപ്പ് കിട്ടില്ല കേട്ടോ. ജോളോ ചിപ്പിന് ഒന്നും പറയാനില്ല, അത് നല്ല എരിവാണ്. ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ജോളോ ചിപ്പ് അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം നല്ല എരിവുള്ള ഐറ്റമാണ്. രണ്ടാമതൊരു ജോളോ ചിപ്പ് വാങ്ങിച്ച് ചലഞ്ച് ചെയ്യാനായിട്ട് വാങ്ങിച്ചു. അത് ഇതുപോലെ തന്നെ കാശിന് കൊള്ളത്തില്ല. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എന്തിനാണ് ഇവർ ഇത്രയും പരസ്യമൊക്കെ കൊടുത്ത് ഇത്ര എരിവാണ്. അവരതിനകത്ത് പരസ്യം കൊടുത്ത പോലെ തന്നെ ഇവർ ഇതിന്റെ ഫസ്റ്റിൽ പ്രൊമോയും കുറെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അറിയുന്നുണ്ട് ഇത് ഇത്ര ഒട്ടും എരിവില്ലാത്ത കാര്യമാണെന്നൊക്കെ. എനിക്ക് മാറ്റി പറഞ്ഞു. ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എവിടെയൊക്കെയോ മൂണയൊക്കെ എരിയുന്നു. അത് പുകച്ചില്ല, ആ എരിവിൻ്റെ ഒരു പുകച്ചിൽ അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പി മാഗി അതൊക്കെ കഴിക്കുന്ന പോലെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് എരിവുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഷാപ്പിൽ പോവുക, ഫുഡ് കഴിക്കുക. ഇതിനൊക്കെ എരിവുള്ള ഫുഡായിരിക്കും അവിടെ. അത്യാവശ്യം ശരീരത്തും പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ എത്ര എരിവുണ്ടെന്ന്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇപ്പി മാഗി ഒക്കെ കഴിക്കുന്ന പോലെ ഇതും കഴിക്കാമെന്ന്. ബേസിക്കലി ഞങ്ങൾ എരിവ് കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് ഇത് കുറച്ച് എരിവ് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അമ്മു ജയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തീറ്റപ്പണ്ടാരം. ആ കൊതി കൊണ്ട് അങ്ങ് തീർത്തു. ഹൈലൈറ്റ് വാക്ക് നല്ലോണം കഴിക്കും. ആരാ പറഞ്ഞ അമ്മ കഴിക്കത്തില്ലെന്ന്? ചിലരൊക്കെ പറയും. ഓ, ഫ്രം ദുബായ്. ഓക്കെ. അപ്പോൾ ദുബായിലിരിക്കുന്നവരോടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മു ഫുഡ് കഴിക്കും. പിന്നെ നന്നാവാത്തത് മനസ്സിൻ്റെ ഇതുകൊണ്ടൊക്കെ. മനസ്സ് നന്നായാൽ മാത്രം ശരീരം നന്നാവും. അങ്ങനെ കറക്റ്റാണ്. എന്നെ നോക്കണ്ട. എനിക്ക് എത്ര കിലോ ഉണ്ടെന്നറിയോ? അറിയണ്ട. അതിവിടെ പറയേണ്ട പ്രസക്തിയില്ല. പിന്നെ ഞാൻ നന്നായില്ലെന്ന് ബാക്കി പറ. ഷോ, ഈ ചലഞ്ച് ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് ഇത്ര ഒക്കെ ചെയ്ത് വെച്ചിട്ട് എനിക്ക് വിഷമം വരുന്നു ഗൈസ്. ഞങ്ങളുടെ ടൈമും വേസ്റ്റായി, മണിയും വേസ്റ്റായി. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ഇത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് ആ ഒരു ഫീൽ കിട്ടില്ല, എന്തോ സംഭവം. അപ്പോൾ ഗായ്സ്, ഇതിന് ഭയങ്കര എരിവാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാങ്ങിച്ച ഐറ്റംസ് ഉണ്ട്. ഇപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല, ചായ ഇടാലോ.
ആ പിന്നെ ഇനി വീട്ടിലത്തേക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവരാരും പിന്നെ ബൂസ്റ്റ് കുടിക്കത്തോണ്ട്. പിന്നെ ഇന്നത്തെ വിജയം പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ വിജയിയായത്. പിന്നെ ഈ ഒരു വലിയ ചലഞ്ചൊന്നും ഇല്ല, വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ കഴിച്ച് അങ്ങ് തീർത്തു. ഇത് ചലഞ്ചായിട്ട് ഞങ്ങൾ കൂട്ടുന്നില്ല. കാരണം എന്നിട്ട് എന്താ ഇത്ര എരിവില്ല, എന്നിട്ട് എളുപ്പം അങ്ങോട്ട് തിന്നാഞ്ഞേ. എനിക്ക് ബേസിക്കലി എരിവ് എനിക്ക് പറ്റത്തില്ല. ഈ ചെറിയ എരിവ് പോലും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് ഇച്ചിരി എരിവായിട്ട് തോന്നി. ഇച്ചിരി എരിവായിട്ട്, വലിയ എരിവായിട്ടൊന്നും. ഇച്ചിരി എരിവില് കഴിച്ച് ഞാനല്ലേ ഫസ്റ്റ് അടിച്ചേ. അതുകൊണ്ട് വിജയമായിട്ട് പ്രഖ്യാപിച്ചല്ലോ. പക്ഷേ ഇത് വലിയ തോന്നുന്നില്ലെന്നാ പറഞ്ഞു. ഒരു ഫൈറ്റ് അല്ല നമ്മളെ. കണ്ട ഫീലിങ്സ് പക്ഷിയാ ഫീലിങ്സ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിജയ്ക്ക് ഈ ഒരു ഫ്രൂട്ടി സമ്മാനമായിട്ട് കൊടുക്കുന്നു. എനിക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രൂട്ടി എല്ലാവർക്കും ഞാൻ ഭാഗം വെച്ചായിരുന്നു. അല്ല ഞങ്ങളെന്താ തരാത്തത്? ഇന്നലെ ജയിച്ചതിന് എനിക്ക് കിട്ടിയ 500 രൂപ കൊണ്ട് അമ്മ ഞാൻ ഇന്നലെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. 500 രൂപ ഉണ്ട്. ഞാൻ മാത്രമല്ല ഗൈസ് തിന്നെ, ഇവർ രണ്ടുപേരും തിന്നെ. ബിരിയാണി ബിരിയാണി അല്ല നൂഡിൽസ്. നട്ടപ്പാതിരക്ക് ഒന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തിട്ട് കൊടുത്തു. നട്ടപ്പാതിരക്ക് എന്നിട്ട് ചട്ടിച്ചോറ് വേണമെന്ന്. ബിരിയാണി ചട്ടിച്ചോറ് ചോദിക്കും. വീട്ടില് ചട്ടിക്കകത്ത് ചോറ് കിട്ടത്തില്ലേ? വീട്ടിൽ പോയിട്ട് പഴങ്കഞ്ഞി കോരി വെച്ച് കഴിച്ചോ? കുഴപ്പമൊന്നുമില്ല. പഴങ്കഞ്ഞി എനിക്ക് അലർജിയാണ് ഗൈസ്. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ കൊറിയൻ നൂഡിൽസ് ഈ ചലഞ്ച് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു നൂഡിൽസ് വാങ്ങിക്കരുത്. നിങ്ങളുടെ പൈസ വേസ്റ്റായി പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോളച്ചിപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യും. അതും 18 വയസ്സിന് മേളിലുള്ളവർ മാത്രം. 18 വയസ്സിൽ താഴെയുള്ളവർ ഒരിക്കലും ഇതൊന്നും ട്രൈ ചെയ്യരുത്. ചിലപ്പോൾ അവർക്ക് ഇത് പറ്റത്തില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ we are double barrel signing off. Bye bye.